അപ്പോൾ ഇന്നലെ വളരെ ഹാസ്യാത്മകമായ ഒരു കാര്യം നടന്നിരുന്നു. അതായത് ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. പുള്ളിയുടെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണാറുള്ളതാണ്. ആരിഫ് ഹുസൈൻ്റെ, ഈ സി രവിചന്ദ്രൻ, അതുപോലെയുള്ള കുറേ എത്തിസ്റ്റുകളുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ശ്രേഷ്ഠ ഭാരതം പോലെയുള്ള സന്ധ്യാദീപം പോലെയുള്ള അമൃത ടി വിയിൽ അതുപോലെ ഹിന്ദുസിൻ്റെ പല ഇങ്ങനെ എന്നോട് എൻ്റെ ഒരു ഐഡിയാസായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള കഥകളും അതുപോലെയുള്ള പ്രിൻസിപ്പിൾസിനെ പറ്റിയുള്ള വിശകലനങ്ങളും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെയും കേൾക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഞാനൊരു ലിബറലിസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഐഡിയാസ് കേട്ട് അല്ലാണ്ട് ഒന്നിനോടും നമ്മൾ ഒരു ക്യാൻസൽ കൾച്ചർ നമ്മളത് കീപ്പ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ കേട്ട് ഉൾക്കൊണ്ട് നമ്മുടെ വിമർശനങ്ങളും തിരിച്ചു പറയുന്ന ആ രീതിയായിരുന്നു. അപ്പോൾ ഈ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തായാലും എന്നെക്കാളും കൂടുതൽ അറിവുള്ള ഒരാളാണെന്ന് ഉള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് തർക്കമല്ല. അത് പലയിടത്തും പ്രകടമായി കണ്ട കാര്യമാണ്. പിന്നെ സംസാരിക്കുന്നതിനിടയിൽ ഇതുപോലെ ഇന്ന ബുക്ക്, ഇന്ന ചാപ്റ്റർ, ഇന്ന വേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതുപോലെ എനിക്ക് കൃത്യമായിട്ട് ഇവിടെ പറയാൻ സാധിക്കില്ല. എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു സബ്ജക്റ്റിൽ എനിക്ക് പറ്റും, പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റാറില്ല. അല്ലാത്തുള്ള ഒരു ക്രക്സ് മാത്രമേ ഞാൻ ആവശ്യമുള്ളപ്പോൾ പറഞ്ഞു പോകാറുള്ളത്. ഇപ്പോൾ ഇദ്ദേഹം ഇവൻ ഒരു കോയ കോളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലതിപ്പോൾ പബ്ലിക്കിലുള്ള മെമ്പേഴ്സിന്, അത് മെയിനായിട്ടും മുസ്ലിംസിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. അതായത് മുസ്ലിംസ് അവർ എന്തായാലും വെക്കുന്ന ഒരു പ്രീടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസിന് ഇവരെ ഈ നമ്പറിൽ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ അവർക്ക് അതിന് ഈ ആരിഫിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് അത് ചർച്ച ചെയ്ത് വിശകലനം ചെയ്യാം, ആർക്കാണ് ശരിയെന്ന് സ്ഥാപിച്ചെടുക്കാം എന്നാണ്. കൂടുതലായിട്ട് വിളിക്കാറുള്ളത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളാണ്. അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും പല മേഖലകളിലായിരിക്കും അറിവുണ്ടാവുക. ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരനെ പോലെ ഇന്ന സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർക്ക് സാധിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയർക്ക് സാധിക്കണം എന്നില്ല. ഒരു പടം വരയ്ക്കുന്ന ആർട്ടിസ്റ്റിന് എഞ്ചിനീയറെ പോലെ പ്ലാൻ വരയ്ക്കാനോ ഒരു മെഷീൻ ഡിസൈൻ ചെയ്യാനോ അറിയണം എന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പല മേഖല ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാർ, അവർക്ക് ഈ അതുപോലെ ഒരു ഒറേറ്ററി സ്കിൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും പിടിച്ചു വെക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഇവർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ സ്പേസ് കൊടുക്കാണ്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം എഡിറ്റ് ചെയ്ത് വീഡിയോയുടെ ഭാഗം മാത്രം എഡിറ്റ് ചെയ്തിട്ട് അതുമാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു ശൈലി ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും പറഞ്ഞ പോലെ പലരുടെ വീഡിയോസ് കാണാറുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാളും അറിവുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ ബഹുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യത്തിൽ എനിക്ക് വിശ്വാസം പുള്ളിയോട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഞാനും ഇവരുടെ ഒരു ലൈവ് സ്ട്രീമിങ്ങിൻ്റെ പാർട്ടായിട്ട് ഇവരുടെ കോൾ എടുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. ഇപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ സാധാരണ ഇവർ മുസ്ലിംസിന് മാത്രമേ എൻ്റർടൈൻ ചെയ്യാറുള്ളൂ. ഞാൻ 1-2 കോൾ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ എടുത്തില്ലായിരുന്നു. പിന്നീട് ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 1-2 പേര് നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവരുടെ കോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സ്ട്രീം യാർഡിൽ പോയി 2-3 കോളേഴ്സ് സംസാരിക്കുന്നവരെ വെയിറ്റ് ചെയ്തു. ഞാനിപ്പോൾ സാറിന് ലേറ്റായിട്ട് കിടക്കാറുള്ള ആളാണ്. അപ്പോൾ ഞാൻ കിടക്കാൻ നേരത്ത് ഇങ്ങനെ യൂട്യൂബ് ബഫർ ഇങ്ങനെ ബ്രൗസ് ചെയ്ത് നോക്കാൻ നേരത്താണ് ഇവരുടെ വീഡിയോസ് ഇങ്ങനെ വരണ്ടെന്ന് കണ്ടത്. അപ്പോൾ എന്നാൽ ലേറ്റായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും ഞാനത് നോക്കിയില്ല, ഞാനതിനകത്ത് കയറി അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് മുമ്പേ ഉള്ളവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് എനിക്കും സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ഞാൻ ഇവരോട് ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ എൻ്റെ പൊസിഷൻ, അത് എല്ലാവരും എന്താ പറയുക, വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് സംസാരിച്ച 1-2 പേര്, അവരോട് സംസാരിച്ചായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കോയിൻസിഡൻഷ്യലി എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പേര് വെക്കില്ല, അങ്ങനെ ഫേസ് റിവീൽ ചെയ്യാണ്ട് വന്ന് പറയുന്നത്, അവരൊന്നും പറയുന്നതിന് വില കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഇവർ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇത് പറഞ്ഞ പോലെ ചെയ്യാണ്ട് ഇപ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ തന്നെ വലിയൊരു ഫാൻ ബേസ്, ഇങ്ങനെ ഒരു നെറ്റ്വർക്കും അങ്ങനെ സ്റ്റാഫ്സുകളൊക്കെ ഉണ്ടാവും.
പിന്നെ ഇവിടെ കമന്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവർ പിന്നെ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ ഇവർ ഇതുപോലെ കുറേ സംസാരിക്കാറൊക്കെ ഉണ്ട്. അതിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇവർക്ക് ഒരു സൈബർ ബുള്ളീസിന്റെ ഒരു സംഘം തന്നെയുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവന്മാർ നാളെ വന്ന് ഒരു ഫിസിക്കലി നേടാൻ വരുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും അങ്ങനെ അവരോട് അടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല. അടിച്ചു നിൽക്കാൻ പറ്റുന്നവരും നിയമത്തിന്റെ ആക്ഷൻ ഭയന്നിട്ട് അതിന് മുതിരണമെന്നില്ല. അപ്പോൾ അവർ പലരും ഇവരോടൊക്കെ സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും മാസ്ക് ചെയ്തേ വരുള്ളൂ. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മാസ്ക് ചെയ്തു സംസാരിച്ചിരുന്ന എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളും പറയാൻ ഒന്നാഴ്ച നന്നായി. ഞാൻ പല കാര്യങ്ങളും എൻ്റെ വായിൽ വന്ന പല വാക്കുകളും പറഞ്ഞിരുന്നെങ്കിൽ അത് ശരിയാവില്ലായിരുന്നു. ഇപ്പോൾ ഇയാൾ ചെയ്യണതിന് ഇയാളുടെ വീട്ടിലിരിക്കുന്നവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇയാളുടെ മാത്രം സംസ്കാരമല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, എറണാകുളത്താണ് വീട് എന്ന് പറഞ്ഞു. അപ്പം ആദ്യം തന്നെ ഇവർ ചോദിക്കുന്നത് ജാതിയാണ്. ജാതി ചോദിച്ചപ്പോൾ എനിക്ക് ജാതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാലും ഒരു ജാതി ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഹിന്ദു ആണെന്ന് പറഞ്ഞു. ഇപ്പം ഹിന്ദു ആണെങ്കിൽ ഇങ്ങനെ ജാതി ഇല്ലാണ്ടാവുക എന്നൊക്കെയാണ് അവർ ചോദിക്കേണ്ടത്. എനിക്ക് അതുകൊണ്ട് ഒരു വഴി കണ്ട ഏതായാലും അമ്മാവനോട് സംസാരിക്കുന്ന പോലെ ആ സമയത്ത് തോന്നി. അയാളുടെ അപ്പിയറൻസ് കണ്ടിട്ട് എന്തോ വലിയ നിലവാരമുള്ള ആളാണ്, പുള്ളി ഹോമിയോ ഡോക്ടറായെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക, ചില നമ്മൾ കല്യാണത്തിനൊക്കെ കാണാറില്ലേ, അതുവരെ നമുക്കൊരു സഹായം ചെയ്തിട്ടില്ല, ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ ഒരു അമ്മാവൻ വന്നിട്ട് അത് അവിടെ വിളക്ക് രണ്ട് തിരിയല്ല 4 തിരി കത്തിക്ക്, അവിടെ അങ്ങനെ തൂക്കിയിട്, അങ്ങനെ മാല ഇങ്ങനെ ഇട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണ അമ്മ. അതുപോലെ തന്നെ അങ്ങനെ എണ്ണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്നോട് ജാതി ചോദിക്കാന്ന് വെച്ചാൽ. പക്ഷേ ജാതി എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ നിരോധിച്ച സാധനമാണ്. പിന്നെ ഞാൻ ആർട്ടിക്കിൾ 17 പ്രകാരം ഇത് നിരോധിച്ചതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നതിന് ഒഫൻഡഡ് ആണ്, അതിനെതിരെ ഞാൻ ഉപയോഗിച്ച നിയമത്തിൻ്റെ പ്രൊവിഷനാകുന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, ആർട്ടിക്കിൾ 17 പ്രകാരം അൺടച്ചബിലിറ്റി നിരോധിച്ചു. അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ കാസ്റ്റ് സിസ്റ്റം എന്ന വ്യവസ്ഥിതി ഇന്ത്യയിൽ നിലവിൽ ഇല്ലാണ്ടായി. ആ സമയത്ത് എനിക്കൊരു ജാതി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും ആ പറയുന്നതാവും ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥിതി നിലനിൽക്കുന്നില്ല. അത് പലരും ഇപ്പോഴും ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പലരും കമ്മ്യൂണൽ വയലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. അവർ അതിൻ്റെ ബയാസ്ഡ് ആയിട്ട് പെരുമാറില്ല, അവരുടെ അൺകൾച്ചേർഡ് ആയിട്ടുള്ള പല രീതികളും ഉണ്ടാവാറുണ്ടെന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതൊന്നും ഒത്തൻറ്റിക് ആയിട്ടൊരു എന്താ പറയുക, ഒരു ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനോടെ ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, എനിക്ക് ജാതി വ്യവസ്ഥയിൽ വിശ്വാസമില്ല. ഞാനൊരു ഹിന്ദു, ഞാനൊരു മനുഷ്യനാണ്, ഒരു പുരുഷനാണ്. അവിടെ പറഞ്ഞപ്പോൾ മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് ഞാൻ ഇന്ത്യക്കാരനാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പലതും പറയാനുണ്ടാവും. ഇപ്പോൾ അവർ പിന്നെയും ജാതി ചോദിക്കാൻ നേരത്തെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നോട് ഇതുപോലെ ഇത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് അതിനോട് ഇതുപോലെ പ്രതികരിക്കാൻ പറ്റാറില്ല, കാര്യം നമ്മുടെ ജോലിയുടെ കാര്യമല്ലേ, ശമ്പളത്തിൻ്റെ കാര്യമല്ലേ. അത് എങ്ങനെയെങ്കിലും മിണ്ടാണ്ട് നമ്മൾ തള്ളി നീക്കി പോകാറേ പതിവ്. ഇപ്പം ഇവിടെ ഞാൻ എന്തായാലും എനിക്ക് ഉള്ളിലുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ തുറന്നു പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഈ ജാതി വീണ്ടും വീണ്ടും ചോദിക്കുന്നതെന്ന് എനിക്ക് ഇത്തിരി ഒഫെൻസീവായിട്ടാണ് തോന്നുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് അങ്ങനെ ആണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നൊക്കെ പറഞ്ഞ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് അതിൻ്റെ ആംബിറ്റിൽ വരുന്ന ചില സെക്ഷൻ ഓഫ് ദി പീപ്പിൾ, അവരെ ആ ഒരു സെക്ഷൻ ഓഫ് അതിനകത്ത് പെടുത്തുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചതിൻ്റെ പേരിൽ എനിക്ക് നാളെ ഒരു ഈ കൗൺസിലോ അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കാമായിരുന്നു, എന്നെ റേഷ്യലി അബ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ. അതിനുള്ള നിയമങ്ങൾ ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അതിൻ്റെ ആംബിറ്റിൽ എന്തായാലും സാഡ്ലി വരുന്നില്ല. എനിക്കെന്തായാലും അതിപ്പോൾ ഇവരെ പോലെയുള്ള എത്തീസ്റ്റുകളല്ല, പല ആൾക്കാരും ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ എന്താ പറയുക, ഒരു പണ്ട് കീഴ്ജാതിപ്പെട്ടവരെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ അവരെ മാത്രം ജാതി പേര് വിളിക്കുക, ആ പേര് പറഞ്ഞ് അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ട് കാണും. ഇല്ല, പണ്ട് ഏത് വ്യവസ്ഥയിൽ ഏത് ജാതിയിൽ പെട്ടിരുന്ന ആൾക്കാരായാലും അവരുടെ തലമുറപ്പെടുന്നവരെ ആ ജാതിയിൽ അവരിപ്പോൾ വർക്കിംഗ് ക്ലാസ്സിൽ പെട്ടവരായിരുന്നിരിക്കാം, അല്ലാണ്ടിരുന്നവരായിരിക്കാം. അവരെ ജാതിപ്പേര് ആരെയായാലും ജാതിപ്പേര് വിളിക്കുക എന്നത് തെറ്റ് തന്നെയാണ്.
ഇന്നയാളെ വിളിക്കാൻ പാടില്ല, മറ്റേയാളെ വിളിക്കാൻ പാടില്ല. ജാതി മൊത്തത്തിൽ നിരോധിച്ച കാര്യമാണ്. നമ്മളത് പ്രൊമോട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്, ജാതി ഇല്ലായ്മ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. അല്ലാണ്ട് അത് പിന്നെയും അത് ഇല്ലാണ്ട് ഹിന്ദുയിസം നിലനിൽക്കില്ല എന്നൊക്കെ ഉള്ള മണ്ടൻ വാദങ്ങൾ പറഞ്ഞ് അത് പിന്നെയും നിലനിർത്താൻ നോക്കുകയല്ല വേണ്ടത്. ഇന്നത്തെ ഹിന്ദുയിസം ഒരിക്കലും കണ്ടംപററി ഇന്ത്യയിൽ ഹിന്ദുസ് കാസ്റ്റിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഇവരോട് 1-2 ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ ലൈവിൽ തന്നെ മുമ്പ് ഇവർ സംസാരിക്കാൻ നേരത്ത് ഇപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ബാത്ത് ഇസം അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ പലപ്പോഴും മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നതാണെന്ന് സംശയം തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും. ഇവർ കെമാലിസം എന്ന് പറഞ്ഞ അതുപോലെയുള്ള പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ഫാക്ഷൻസ് ഇസ്ലാമിലുണ്ട്. അവരെ പറ്റിയൊന്നും ഒരു സംസാരം നടത്താറില്ല. ഇപ്പോൾ മുസ്തഫ കെമാൽ അറ്റാതുർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓഫ് ദി നേഷൻ ഓഫ് ദി ടർക്കി ആണ് ഇദ്ദേഹം. ഇപ്പോൾ ഇവര് യങ് ടർക്സ് എന്നൊക്കെ പറഞ്ഞാണ് ഇവരുടെ മൂവ്മെന്റിനെ പണ്ട് അറിയപ്പെട്ടിരുന്നത്. അത് നമ്മുടെ ഇവിടെ ബ്രിട്ടീഷുകാർ ലീവ് ചെയ്തപ്പോഴത്തേക്കും ഇവിടുത്തെ നമ്മളെ ഇന്ത്യക്കാരെ ഭരണം ഏറ്റെടുത്ത പോലെ അവിടെ ബ്രിട്ടീഷുകാർ കൊളോണിയലിസം അവസാനിച്ച സമയത്ത് ഉയർന്നു വന്ന നേതാവായിരുന്നു മുസ്തഫ കമാൽ അറ്റാതുർക്ക്. ഇദ്ദേഹം ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. അവിടെ ഒരു ഇസ്ലാം ഒഫീഷ്യൽ റിലീജിയൻ അപ്പോഴും ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ അപ്പോഴും ഇതുപോലെ സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രധാരണത്തിലായാലും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർക്ക് എഡ്യൂക്കേഷനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇവർക്കിടയിലും കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതെല്ലാം അതിൻ്റെ അനിഹിലേഷനും പിന്നെ പ്രോഗ്രസീവായ കാര്യങ്ങൾ, മോഡേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ചില വാക്സിനേഷനും അതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനെതിരെ അവർക്ക് പല സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ട്. അതൊക്കെ ഇല്ലാത്തൊരു വ്യവസ്ഥിതി ഈ ഫാക്ഷൻ ഓഫ് ദി മുസ്ലിംസിന് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതും നിങ്ങൾ ഇടയ്ക്ക് സംസാരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ രാത്രിയായി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പിന്നീടായാലും ഒന്ന് സംസാരിക്കണം എന്ന് ഞാൻ പോയിന്റ് ഔട്ട് ശ്രമിച്ചിരുന്നു. അത് ആദ്യവും ശ്രമിച്ചു. പിന്നെ ഞാൻ നേരത്തെ അവർ പറയുന്നുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു കൈപ്പള്ളി സാർ, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ കാനഡയിലാണ് നിൽക്കുന്നത്, ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ആരെ എന്തും അബ്യൂസീവായിട്ടും എന്തും പറയാം, അതെൻ്റെ സംസാര സ്വാതന്ത്ര്യം എന്നാണ്. മാഷേ, കാനഡയിലെ നിയമവ്യവസ്ഥിതി എന്താണെന്ന് എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. പക്ഷേ നിങ്ങൾ വീഡിയോ കോൾ ഈ ലൈവ് ഇടുന്നത് കേരളത്തിലാണല്ലോ, ഇന്ത്യയിലാണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അനുസരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(1)(a) റൈറ്റ് ടു സ്പീച്ച് ഉണ്ട്. പക്ഷേ 19(2) പോലെയുള്ള പ്രൊവിഷൻസും കൂടി നിങ്ങൾ നോക്കണം. ഈ റൈറ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് അല്ല. ആൾക്കാരെ ഡിഫെയിം ചെയ്യാൻ, കോടതി ലക്ഷ്യം പറയാൻ, പിന്നെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന് ഒരു തകരാറുണ്ടാക്കുക, അത് ലോ ആൻഡ് ഓർഡറിനെ ബാധിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് അവകാശമില്ല. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന് കീഴിൽ തന്നെ പല ലെജിസ്ലേഷൻസും പിന്നീട് വന്നിട്ടുണ്ട്. അത് ക്വൈറ്റ് റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഏതും എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാനുള്ള അവകാശമില്ല. ഇപ്പോൾ ഒരു ആള് അത്യാവശ്യം പൈസയുള്ള അയാളൊരു കോൺട്രാക്ട് കില്ലറോട് പറയാണ്, നീ ഇന്ന ആളെ പോയി കൊന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്ര പൈസ തരാമെന്ന്. അതും അയാൾ എക്സസൈസ് ചെയ്യുന്ന ഒരു സ്പീച്ചാണ്. പക്ഷെ അത് അയാൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഇല്ല. കാര്യം ആ വാക്കിലൂടെ ഒരാൾ അതിൻ്റെ പരിമിത ഫലമായിട്ട് ഒരാൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഡിഫമേഷൻ പോലെയുള്ള കാര്യങ്ങൾ. ആൾക്കാരുടെ വെറുതെ റെപ്യൂട്ടേഷനെ ഇങ്ങനെ മോശമായിട്ട് പറയാം, അതിലൊന്നും ആർക്കും അവകാശമില്ല. അത് ഇപ്പം നിയമമില്ലെങ്കിൽ പോലും ഇപ്പോൾ കാനഡയിലൊക്കെ അത് ചെയ്യാൻ കാനേഡിയൻസിൻ്റെ ഇടയിൽ അത് ചെയ്യാൻ വേണ്ടി പോലും നിയമം ഉണ്ടാവില്ല. പക്ഷെ അത് നമുക്ക് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഈ റിലീജിയൻ്റെ അതൊന്നും നോക്കണ്ട. നമ്മൾ പഠിച്ച വ്യവസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സർക്കിൾസ്, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, നമ്മുടെ ഫാമിലി ആവട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന ചില വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് എൻ്റെ കാര്യം എന്താണ് അവർക്കെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തു. കാര്യം ഇന്ത്യയിൽ ഇത് സ്ട്രീം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ പാലിക്കേണ്ടതല്ലേ എന്ന് അവരോട് ചോദിച്ചു. പിന്നെ ഇൻഫാക്റ്റ് എനിക്ക് വേറെയും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ അത് വിട്ടുപോയി. പക്ഷെ എന്തായാലും ഞാൻ ഈ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം തന്നില്ല.
പിന്നെ അതുകൊണ്ട് തന്നെ വിട്ടുപോയ ചോദ്യത്തിനും ഇപ്പോൾ പറയുന്നതിന് പ്രസക്തി ഇല്ലല്ലോ. അവരെന്തായാലും പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇസ്ലാമിലെ സ്ലേവറിയുടെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചു. എനിക്ക് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് അവരോട് സംസാരിച്ചാൽ മനസ്സിലായെന്ന് വെച്ചാൽ, ആരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സെയിൽസ്മാനാണ്. പുള്ളിയുടെ തന്നെ കൺഫെഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ പഴയ കാലത്ത് പുള്ളി റാഡിക്കൽ ഇസ്ലാമിക് ടെററിസത്തിന് അനുകൂലമായിട്ട് ഈ സെയിൽസ് നടത്താറുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ വാല്യൂസ് മാറി. അതുകൊണ്ട് റാഡിക്കൽ ഇസ്ലാമിക് ടെററിസം എന്ന് മാറിയിട്ട് എത്തീസത്തിൻ്റെ ആ ഒരു അഗ്രസീവ് ഒരു പാറ്റേണിലേക്ക് പുള്ളി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും പുള്ളി ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ അവിടെ ആദ്യമേ ചോദിച്ചിരുന്നത്, ഇവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിൽ ഇപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞൊരു ദൈവത്തിലുള്ള വിശ്വാസം, മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെ പ്രൊഫറ്റ്ഹുഡിൽ, പിന്നീട് പുള്ളിക്ക് ഉള്ള മറ്റ് പവേഴ്സ്, മാജിക്കലായിട്ടുള്ള പവേഴ്സിലുള്ള വിശ്വാസം, പിന്നെ അതിൽ പല ഇതുപോലെയുള്ള പല മാജിക്കലായിട്ടുള്ള എലമെൻസിലും ഇസ്ലാമിലുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലുള്ള വിശ്വാസം ഇതൊന്നും ഇസ്ലാമിലില്ലായിരുന്നു. അതിന് പകരമായിട്ട് ദൈവമില്ല എന്നുള്ള കോൺസെപ്റ്റിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. ബാക്കിയെല്ലാം ഇപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയുക, വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ, പബ്ലിക്കായ രീതിയിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെ പണിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഈ തൻ്റെ ഗ്രൂപ്പിൽ പെടാത്ത മറ്റേ ഗ്രൂപ്പിൽ പെട്ട എല്ലാവരോടും വളരെ എന്താ പറയുക റഫായ രീതിയിൽ, അബ്യൂസീവായ രീതിയിൽ തെറിയൊക്കെ വിളിച്ച് സംസ്കാരമില്ലാത്ത രീതിയിൽ സംസാരിക്കുക, പിന്നെ മറ്റുള്ളവരെയൊക്കെ ഉന്മൂലനം ചെയ്യുക, കൈ കിട്ടുന്ന അവസരത്തിൽ അവരൊക്കെ ഉന്മൂലനം ചെയ്ത് അവരുടെയൊക്കെ സ്വത്ത് കൈയേറി ജീവിക്കുക എന്നുള്ള ആ ഒരു അതിലൊക്കെ നിങ്ങൾ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് ഫോളോ ചെയ്യുമായിരുന്നോ എന്നാണ് ഒരു ചോദ്യമാണ് എനിക്ക് ചോദിച്ചിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു കേട്ടോ. ഞാൻ ലൈവ് സ്ട്രീമിൽ അവരോട് പറഞ്ഞു, അത് മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഇപ്പോൾ സൗബിൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മൾ അടുത്തറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ മഹാമാരുടെ യഥാർത്ഥ മുഖം വിഗ്രഹം ഉടഞ്ഞു വീഴുന്നതെന്ന്. അത് ആ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. കാര്യം ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെയിൽസ്മാൻഷിപ്പിൻ്റെ അവരുടെ ഒരു പാറ്റേൺ ഉണ്ട്. കാര്യം ഞാനും ഞാൻ പല മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സെയിൽസിലും കുറച്ച് പരിമിതമായ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന, അത് കസ്റ്റമർ ആവട്ടെ അല്ലാണ്ട് ആവട്ടെ, ഇപ്പോൾ ഈ കേസിൽ ഇവരുടെ ഈ ഇരകൾ ആവട്ടെ, അവർ പറയാനുള്ളത്, അവർക്ക് എന്താ ഉള്ളിലുള്ളത് പറയാനുള്ളതെന്ന് വെച്ചിട്ട് അവസരം കൊടുക്കില്ല. പലപ്പോഴും കൊടുക്കുന്ന ചോയ്സസ് ആണ് അവരുടെ രണ്ട് ഉത്തരങ്ങൾ. അതിലേതെങ്കിലൊന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലാണ്ട് സ്വന്തമായ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു വളരെ പരിമിതമാണ്. അപ്പോൾ എന്നോടും ഇതുപോലെ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സ്ലേവറിയെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങളും അത് മെയിനായിട്ടും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് എന്താ പറയുക, മുസ്ലിംസിനോടൊക്കെ മോശമായിട്ട് സംസാരിക്കുന്ന കാര്യം. എല്ലാ മുസ്ലിംസിനും എതിരാന്നുള്ള കാര്യം പ്രകടമായ കാര്യം തന്നെയാണ്. അവരുടെ വീഡിയോസ് നിരന്തരമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഞാനതിൽ പറഞ്ഞൊരു കാര്യം സത്യമാണ്. ഞാൻ ഒരു തവണ എൻ്റെ യൂട്യൂബിൽ എടുത്ത് ബഫർ ചെയ്തുകൊണ്ടിരിക്കുക നേരത്തെ ഇവരുടെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ റിട്ടേൺ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. അതിനകത്ത് കണ്ടത് ഇവരുടെ ഒരു റൈവൽ ഗാങ് UA ടീം അവരെ ജനുവരി 5-ാം തീയതി വേദിയിൽ വന്ന് സംസാരിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. ഇവരുടെ പല പ്രീവിയസ് വീഡിയോസിൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമായിരുന്നു അത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ ഡിസംബർ 1-ാം തീയതി ഇതുപോലെ UA ടീം ഇതുപോലെ തന്നെ ഒരു പരിപാടി വെച്ചിരുന്നു. ജനുവരി 5-ാം തീയതി ആരിഫ് ഹുസൈൻ വിളിച്ച പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു. അത് നേരിട്ട് നാട്ടുകാർക്ക് മുമ്പിൽ ഒരു വേദിയിൽ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ UA ടീം വിളിച്ചത് ഓൺലൈനായിട്ടാണ്. രണ്ടിലായാലും എന്തായാലും അവർ ആരെയാണോ ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ അവർക്ക് തർക്കിക്കാൻ വേണ്ടി വിളിക്കുന്നത് അവരോട് ചർച്ച ചെയ്ത് അവർക്ക് ഇന്ന ഡേറ്റിൽ സൗകര്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് അവരുടെയും കൂടി അനുവാദത്തിൽ അവർക്കും വേണ്ട ഫെസിലിറ്റീസ് അവർക്ക് സ്വയം കൊണ്ടുവരാനുള്ള ഒരു എഗ്രിമെൻറ്റിലൊന്നും അല്ല ഈ രണ്ട് പരിപാടി അവർ വെച്ചേക്കുന്നത്. മറ്റുള്ളവരെ എന്താ പറയുക, ഒരു ഭീഷണിപ്പെടുത്തി ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്
ഇവർ ഒരുക്കാൻ ശ്രമിക്കുന്നത്. അത് ഇപ്പോൾ ആരിഫ് ഹുസൈൻ ആവട്ടെ, ഇപ്പോൾ ഇത് അവരുടെ വീഡിയോസിൽ തന്നെ ആയാലും ശരി, ഇപ്പോൾ ഈ ഡിസംബർ 1 UA ടീം ഇട്ട വീഡിയോയിലായാലും ശരി, അത് സംസാരിക്കുമ്പോഴത്തേക്കും അത് വളരെ ക്ലിയറായി വരുന്ന കാര്യമാണ്. ഇപ്പോൾ ബാസിൽ എന്ന് പറഞ്ഞ ആളെയാണ് ഒരു സ്ഥിരമായിട്ട് തെറി വിളിക്കുന്നതും അയാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡേറ്റ് വെക്കുമ്പോഴത്തേക്കും ബാസിലിനോട് നേരത്തെ സംസാരിക്കേണ്ടതല്ലേ, ഈ ഡേറ്റിന് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണോ നിങ്ങൾക്ക് എന്നോട് പൊതുവേദി സംസാരിക്കാൻ താല്പര്യമുണ്ടോ, ഇത് ഈ ഡേറ്റ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണോ, ഇപ്പോൾ ഈ വേദിയിൽ എങ്ങനെയായിരിക്കും പരിപാടി, നിങ്ങൾ ഒരുക്കണമെന്നാണോ ആണോ നിങ്ങൾക്കുള്ളത്, അതോ എനിക്ക് ഒരുക്കാൻ സാധിക്കുമോ, പിന്നെ ഞങ്ങൾക്ക് എനിക്കും ഒരേപോലെ ആവശ്യമുള്ള ഫെസിലിറ്റീസ്, അതായത് സ്ലൈഡുകൾ പ്രദർശിപ്പിക്കാനും മറ്റുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരാനും അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവർ പരിപാടി വെക്കുകയാണെങ്കിൽ അതാണ് മാന്യത. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ എന്താ പറയുക, സ്കൂൾ പിള്ളേർ കിടന്ന് കാണിക്കുന്ന കുറേ ചില നമ്മൾ കാണാറില്ലേ, ഈ സ്കൂളിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ വന്നിട്ട് അപ്പുറത്ത് 2 സ്കൂളുകളിലെ പിള്ളേരൊക്കെ വന്ന് അവിടെ അടികൂടുക, അപ്പോൾ നാട്ടുകാർ വന്ന് പിടിച്ചു പറ്റുക. ഇത് അതുപോലെ ഉള്ളൂ. ഈ സ്കൂൾ പിള്ളേരെന്നല്ല വിളിക്കേണ്ടത്, പക്ഷേ ഞാൻ എന്തായാലും വേറെ ഭാഷ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ അബ്യൂസീവായ വാക്കുകൾ യൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞാൽ അവർ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. അവർ ചെയ്ത കാര്യങ്ങൾ അവർ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ എല്ലാ മുസ്ലിങ്ങൾക്കെതിരല്ല പറയണത്. ഇവർ ഒരു വീഡിയോയിൽ ആരിഫ് ഹുസൈൻ പറയുന്നത് 10 വർഷത്തിന് ഉള്ളിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി മാറിയിട്ട് ഇസ്ലാമിന് വളരെയധികം മാറ്റങ്ങൾ വരും. അതും കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇസ്ലാം എന്ന മതം ഇല്ലാണ്ടാവുന്നു. ഇപ്പോൾ ഇവർ ഇസ്ലാം എന്ന് പറഞ്ഞ മതം ഇല്ലാണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാ മുസ്ലിങ്ങൾക്കും വിരുദ്ധമായ കാര്യം തന്നെയല്ലേ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പലയിടത്തും അവർ എല്ലാവരും അടച്ച് മോശമായിട്ട് പറയാറുണ്ട്. എല്ലാവരും അടിമത്തത്തിൽ വിശ്വസിക്കുന്നവരാണ്, എല്ലാവരും ഇങ്ങനെ പല തെറ്റായ കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ്, എല്ലാവരും മറ്റ് കമ്മ്യൂണിറ്റീസിൽ പെട്ടവരെ കൊല്ലണമെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മുസ്ലിങ്ങളും എന്നുള്ള രീതിയിലൊക്കെ ഇവർ ക്ലിയറായിട്ട് പല വീഡിയോകളിൽ പറയാറുണ്ട്. അത് അവർ വളരെ സൈറ്റേഷനും ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഇതിങ്ങനെ വിശ്വാസം ഇല്ലാത്ത മുസ്ലിങ്ങൾ പോലും അങ്ങനെ ചിലർക്ക് അങ്ങനെ വഴിതെറ്റി പോവാം. ആ രീതിയിലാണ് അവർ പല കാര്യങ്ങളും ഇതുപോലെ പറയുന്നത്. ഇദ്ദേഹമാവട്ടെ, ഇദ്ദേഹത്തിൻ്റെ ആചാര്യൻ രവിദേവ ആവട്ടെ, ഇവരെല്ലാവരും ഇങ്ങനെ തന്നെ ഒരു ഫോളോ ചെയ്തു വരുന്ന ഒരു പാറ്റേൺ ആണ്. പിന്നെ ആരിഫ് ഹുസൈൻ ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പലയിടത്തും ഗ്യാപ്പ് വരുന്നില്ലായിരുന്നു. അവർ പറയുന്ന ചോയ്സസ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക, അവർക്ക് കൃത്യമായിട്ടൊരു പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കും. അത് ഇന്ന ആൻസർ ആയിരിക്കും, ഇന്ന ആൻസർ പറയാനേ എനിക്ക് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പം അത് പറയാൻ മാത്രമേ യെസ് ഓർ നോയോ അല്ലെങ്കിൽ ഒരു 2 വേർഡ്സ് പറയാനൊരു ഗ്യാപ്പ് വരാം. ഈ പരിമിതമായ സമയം കിട്ടിയപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പല കാര്യങ്ങളും പറയാൻ എനിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അങ്ങനെ ഈ അബ്യൂസീവായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നതും ഇപ്പോൾ അടിമ പോകി എന്ന് ഇവർ ഇപ്പോൾ വാസിലായാലും അതുപോലെ പല മുസ്ലിങ്ങളായാലും ഇങ്ങനെ എല്ലാ മുസ്ലിങ്ങളും തന്നെ അവർ വിളിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരും മുസ്ലിങ്ങളും അടിമത്തത്തിൽ വിശ്വസിക്കുന്നവരാണ്, അങ്ങനെ അടിമ ഭോഗികളാണ്, അവർക്ക് അവസരം കിട്ടിയാൽ ആൾക്കാരെ അടിമകളാക്കുകയും അവരെ അങ്ങനെ അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്ന് ഇംപ്ലൈ ചെയ്യുന്നതും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അവർ പല വീഡിയോകളിലും പല അവസരങ്ങളിലും പറയാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാനവിടെ പോയിന്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഇസ്ലാമിൽ അടിമത്തം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് ഇവിടെ പറയാൻ അവസരം കിട്ടാണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പൊസിഷൻ എനിക്ക് വ്യക്തമാക്കാൻ സാധിച്ചില്ല. സംഭവം എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്തം അത് ഇസ്ലാമിലുള്ളതും തെറ്റായിരുന്നു എന്നുള്ള എൻ്റെ വിശ്വാസമാണ്. അവർ എന്നെ അവസാനം റൂമിൽ പുറത്താക്കിയിട്ട്, അതായത് സ്ട്രീം യാർഡിൽ നിന്ന് പുറത്താക്കിയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഹിന്ദുവായിട്ടും മറ്റൊരു മതത്തിൽപ്പെട്ടവരുടെ അടിമത്തത്തിന് അതിനെ വാഴ്ത്തുന്നവനാണെന്ന് ഉള്ള രീതിയിലാണ്. അങ്ങനെയല്ല, അപ്പോൾ ഉണ്ടായിരുന്നത് തെറ്റാന്നുള്ളതും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് അവർ ചെയ്യുന്ന സമയത്തുള്ള അവരുടെ സാഹചര്യം അതൊക്കെ നമ്മൾ പരിശോധിക്കണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളെ ജീവിച്ചതെന്ന് വെച്ചാൽ വളരെ പ്രാകൃതമായ ഒരു സാഹചര്യത്തിലാണ്. അതായത്
പ്രീ ഇസ്ലാമിക് റിലീജിയൻസ് ഒക്കെ ഫോളോ ചെയ്തിരുന്ന അവരുടെ അദ്ദേഹത്തിൻ്റെ ആയാലും മുഹമ്മദിൻ്റെ ആൻസസ്റ്റേഴ്സ് ആയാലും ആ ഒരു വ്യവസ്ഥിതിയിലാണ് പുള്ളി ജനിച്ചു വളർന്നത്. ഇപ്പം നമുക്ക് കോൺഷ്യൻസ്, അതായത് നമുക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള കേപ്പബിലിറ്റി നമുക്കത് വരുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനിൽ നിന്നും നമ്മുടെ സോഷ്യൽ സർക്കിൾ, നമ്മുടെ സുഹൃത്തുക്കളടക്കമുള്ള സോഷ്യൽ സർക്കിൾസിൽ നിന്നൊക്കെയാണ്. പുള്ളി അപ്പോൾ അന്ന് ജീവിച്ച വ്യവസ്ഥയിൽ പുള്ളിക്ക് കിട്ടിയ അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമത്തം ശരിയെന്നും മറ്റ് വേറെ കുറേ കാര്യങ്ങൾ ദൈവവിശ്വാസം ഇല്ലായ്മ തെറ്റ് എന്നുള്ള അതാണ്. അതന്ന് അവർക്ക് ഇന്നത്തെ മോഡേൺ എഡ്യൂക്കേഷനും അതൊന്നും ഇന്നത്തെ വാല്യൂസൊന്നും ബിൽഡായിട്ട് പോലും ഇല്ല. ആ സമയത്താണ് അവരത് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അത് തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്ന കാര്യം. അത് തെറ്റാണെന്ന് ഞാൻ എതിർക്കുന്ന കാര്യമാണ്. പക്ഷേ പറയുമ്പോഴത്തേക്കും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഇസ്ലാമിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഇതുപോലെ അടിമത്തം പോലെയുള്ള പ്രാചീനമായുള്ള രീതികൾ വളരെയധികം കൊടുമ്പിരി കൊണ്ട് നിന്നിരുന്നു. അപ്പോൾ മുഹമ്മദ് മെയിനായിട്ടും അതിലകത്ത് കണ്ട പല കുറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഈ ആൾദൈവങ്ങൾ, പിന്നെ ഈ ഇല്ലാത്ത ചില പുതിയ മന്ത്രതന്ത്ര രീതികളും മറ്റേ ഐഡൽ വർഷിപ്പ് തെറ്റായ രീതിയിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള റിലീജിയൻസിലില്ലാത്ത കൂടാണ് തോന്നിയ പോലെ ഐഡൽസ് ഉണ്ടാക്കി അങ്ങനെ വർഷിപ്പ്, അതിൻ്റെ പേരിൽ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക, അവരെ സ്വാധീനിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കുക. അത് വളരെ റാമ്പൻ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് പുള്ളി മെയിനായിട്ടും കണ്ട ഒരു മിസ്റ്റേക്ക് അതായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് ദൈവവിശ്വാസമായിരുന്നു പുള്ളിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പം പുള്ളിയുടെ വിശ്വാസത്തിൽ ശരിക്കുള്ള ദൈവത്തിനെ പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ഫോൾസ് ആയുള്ള ദൈവങ്ങളെ പിന്നാലെ പോയി കുറെ കാശ് കളയുന്നു. അങ്ങനെ ഇവരുടെ ഈ ആൾ ദൈവങ്ങളുടെയും ഇങ്ങനെ ഫോൾസ് പ്രീസ്റ്റുകളുടെയും വേണ്ടിയിട്ട് അവർക്ക് ശക്തി പ്രാപിക്കുന്ന അതൊക്കെയാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാണ്ടിരുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ മർഡറും മോഷണം അതുപോലെയുള്ള കാര്യങ്ങളല്ലേ യഥാർത്ഥത്തിൽ അതിനല്ലേ നമ്മൾ പിന്നെ ലേബറേഴ്സിന് പ്രോപ്പറായിട്ട് വേജസ് കിട്ടേണ്ട കാര്യങ്ങൾ, അതുപോലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അതിനൊക്കെയല്ലേ നമ്മൾ പ്രിഡോമിനൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഇന്നത്തെ കണ്ടംപററി വാല്യൂസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അന്നത്തെ കാലത്തെ പുള്ളിക്ക് കിട്ടിയ എക്സ്പോഷർ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ് പുള്ളി ബിൽഡ് ചെയ്തത്. പിന്നെ ഇതിനകത്തെന്ന് വെച്ചാൽ പരിമിതമായ സാഹചര്യങ്ങളിൽ പുള്ളി സ്ലേവറിക്ക് എതിരായിട്ട് പുള്ളി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ അതെനിക്ക് സക്കീർ നായിക് ഇപ്പോൾ ഞാനും പറഞ്ഞ പോലെ എനിക്കും ഒരു ടെററിസ്റ്റ് ആയിട്ട് തന്നെ മനസ്സിലായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ചില വീഡിയോസിൽ ഞാനിതുപോലെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അടിമയായ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവർക്ക് ഡൗറി, അതായത് ഇപ്പോൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഡൗറി കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് മെയിനായിട്ടും ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ റീജിയണൽ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പഴയ ട്രഡീഷണൽ ഡൗറി, സ്ത്രീകളുടെ നിന്ന് പുരുഷന്മാർക്ക് ഡൗറി വാങ്ങുന്ന സിസ്റ്റം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതല്ലാണ്ട് യഥാർത്ഥമായ അവരുടെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മെഹർ കൊടുക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ ഇവർക്ക് ഒരു അടിമ സ്ത്രീയെ വിവാഹം കഴിച്ച് അവർക്ക് മെഹറായിട്ട് അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നത് ഒരു വ്യവസ്ഥിതി ആ സമയത്ത് മുഹമ്മദ് സജസ്റ്റ് ചെയ്തിരുന്നു, പലയിടത്തും നടന്നിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ പുരുഷന്മാരുടെ കാര്യത്തിൽ ഒരാളെ പുള്ളി അടിമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അദ്ദേഹത്തിനെ മകനായിട്ട് ദത്തെടുക്കുക എന്ന സാഹചര്യം മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയും അത് കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് പുള്ളിക്ക് ആബ്സല്യൂട്ടായിട്ട് സ്ലേവറി അബോളിഷ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത്. അത് ശരിയാണ്, പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഒരു സ്ലേവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സ്ലേവറി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുള്ളിയുടെ ഉൾപ്പെടെയുള്ള പല ഗോത്രങ്ങളിൽ സ്ലേവറി എന്ന് പറഞ്ഞ വ്യവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് കോമേഴ്സിൻ്റെ ഒരു പാർട്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് തൻ്റെ ഗ്രൂപ്പിൽ മാത്രം ഈ സ്ലേവറി അബോളിഷ് ചെയ്യണം. അപ്പോൾ മറ്റ് ഗോത്രങ്ങളിൽപ്പെട്ടവർ പക്ഷേ വേറെ ഗോത്രങ്ങളെ ആയിട്ട് യുദ്ധം ചെയ്ത് അവിടെ ആൾക്കാരെ കീഴ്പ്പെടുത്തി അവരെ ചന്തയെ കൊണ്ട് വിറ്റ് കാശാക്കുകയും ആ കാശ് കൊണ്ട് ആയുധങ്ങളും പിന്നെ പടയാളികളൊക്കെ കൊണ്ട് അവർ ശക്തി പ്രാപിക്കുന്നുണ്ട്. പിന്നെ ഈ അടിമകളെ തന്നെ ട്രെയിൻ ചെയ്ത് അവരുടെ ആർമിയിൽ ചേർത്ത് യുദ്ധം ചെയ്യിപ്പിക്കുന്ന സാഹചര്യമുണ്ട്.
അപ്പോൾ ഇവരുടെ ഗോത്രത്തിൽ ഇവർ അബ്സല്യൂട്ടായിട്ട് അബോളിഷ് ചെയ്യുന്ന സമയത്ത് അവർ അവിടെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ അവിടെ വീക്ക് ആവുക എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഗോത്രം മറ്റ് ഗോത്രങ്ങളാൽ ആക്രമിക്കപ്പെട്ട് അവരുടെ വ്യവസ്ഥ നശിച്ചു പോകും. അപ്പോൾ ഇവർ സ്ലേവർക്കെതിരെ കൊണ്ടുവന്ന സ്ലേവർ നിരുത്സാഹപ്പെടുത്തുന്ന എഫേർട്സ് കൂടി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു പണ്ട് കാലം മുതലുള്ള ഒരു ബേബി സ്റ്റെപ്സ് ആണ്. അതെല്ലാം ഏത് കമ്മ്യൂണിറ്റിയിലായാലും ശരി, ഏത് രാജ്യത്തായാലും ശരി, ഇങ്ങനെയുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർ പല സാഹചര്യത്തിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് തെറ്റാന്ന് കണ്ടിട്ട് അത് കുറേശ്ശെ അത് ഇല്ലാണ്ടാക്കി കൊണ്ടുവരാനുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക് വ്യവസ്ഥ പിന്നീട് കാണുകയാണെങ്കിൽ ഇസ്ലാം ഇന്ത്യയിലേക്ക് എത്തിയ സമയത്ത് കുത്തബ്ദീൻ ഐബക്കിൻ്റെ കഥയാണെന്ന് തോന്നുന്നു, സ്ലേവ് ഡൈനാസ്റ്റി. അതിൽ മുമ്പ് ഈ ഇസ്ലാമിക് റൂളറുടെ അടിമയായിരുന്ന ഒരാൾക്ക് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ യജമാനനായ എംപറർ സ്വാതന്ത്ര്യം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽ ചേർക്കുകയും പട്ടാളത്തിൽ പിന്നീട് അയാളുടെ കഴിവെച്ച് ജനറലായി വരികയും പിന്നീട് എന്നിട്ട് ചക്രവർത്തിയായി ഇന്ത്യയിൽ ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്ലേവ് ഡൈനാസ്റ്റി എന്നാണ് നമ്മുടെ ടെക്സ്റ്റുകളിൽ അത് അറിയപ്പെടുന്നത്. അപ്പം അതുപോലെ ഈ അടിമകളായിട്ടുള്ളവർ അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് മുന്നോട്ട് വരുന്നത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമ്പ്രദായവും ഇസ്ലാമിലുണ്ടായിരുന്നു. അല്ലാണ്ട് ഇവർ പറയുന്ന പോലെ അടിമത്തം മൊത്തത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതി അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും അവർ പലയിടത്തും ഈ പറഞ്ഞ പോലെ ഈ ഫുള്ളായിട്ട് ഇവർക്ക് അബോളിഷ് ചെയ്യാൻ സാധിക്കാതിരിക്കുക, അങ്ങനെ അബോളിഷ് ചെയ്യാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെയുള്ള ലൂപ്പ് ഹോൾസ് അബ്യൂസ് ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ഈ ആരിഫ് ഹുസൈൻ തന്നെ ചില ചാറ്റുകളും പിന്നെ മുഹമ്മദിൻ്റെ ഒരു വൈഫ് സ്ലേവിനെ എങ്ങനെയോ വിട്ടയക്കുകയോ എന്തോ ചെയ്ത സമയത്ത് മുഹമ്മദ് ചോദിച്ചതായിട്ട്, നിനക്കത് നിൻ്റെ അമ്മാവന് വിറ്റിരുന്നെങ്കിൽ നിനക്ക് പൈസ അത്രയും കൂടുതൽ കിട്ടുകയല്ലേ ചെയ്യാമായിരുന്നു ചോദിക്കുന്നവർ. അങ്ങനെയുള്ള അബ്യൂസുകളും പിന്നെ ഇവരെ അബ്യൂസ് ചെയ്ത കാര്യങ്ങൾ ഒക്കെ തെറ്റ് തന്നെയാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലേവേഴ്സ് ആയിട്ടുള്ളവർക്ക് പിന്നീട് വാർ ക്യാപ്റ്റീവ്സ് ആയിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ള പല സെക്ഷൽ അബ്യൂസുകളും അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ പലയിടത്തും എന്താ പറയുക ഇവർ ഈ കഥകൾ പറയുന്നുണ്ട്, അത് എതിർക്കുന്നവരും പറയുന്നുണ്ട്, ഇത് ഈ ഇസ്ലാമിൽ വിശ്വാസികളും പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും പറയാണ്ട് കണ്ടുപോണ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ കൺസെൻ്റാണ്. അവർ അടിമകൾ ആക്കപ്പെട്ടവരാവട്ടെ ആരും ആവട്ടെ, അവർക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് അത് നമ്മൾ കാണാണ്ട് പോകേണ്ട കാര്യമല്ല. ഇപ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ അവർ ഉഭയസമ്മത പ്രകാരം അവർ സെക്ഷൽ ആക്ടിവിറ്റി ഏർപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തെറ്റ് പറയാൻ ഏത് സാഹചര്യത്തിലും സാധിക്കില്ല. അവരത് ഇങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് അതൊക്കെ മാത്രമാണ് പ്രശ്നം വരുന്നത്. സ്ത്രീകളെ ഇങ്ങനെ ബന്ദികളാക്കിയിട്ട് അവരെ റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല, അത് തെറ്റായ കാര്യം തന്നെയാണ്. പിന്നെ ഇവർ ഇതുപോലെ ഈ കാര്യം തന്നെയാണ് സംസാരിച്ചത്. പിന്നെ ആരിഫിൻ്റെ ഒരു പാറ്റേൺ ഈ പറഞ്ഞ പോലെ ഇതൊന്നും എനിക്ക് പറയാൻ ക്ലിയർ ആയിട്ട് സാഹചര്യമില്ലായിരുന്നു, ലിമിറ്റഡ് ആയിട്ട് ടൈമേ കിട്ടിയുള്ളൂ. പലപ്പോഴും പറയാൻ നേരത്ത് ഇവർ തന്നെ ഒന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഡിയോ റെക്കോർഡിങ്സ് പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയിലെ കൂടി ആയിരിക്കും എനിക്ക് പറയാൻ പറ്റിയത്. അപ്പോൾ അവരുടെ ചാനലായതുകൊണ്ട് തന്നെ അവർ വോളിയത്തിൽ അത് പ്ലേ ചെയ്യുമ്പോഴത്തെ ഇടയിൽ ഞാൻ പറയുന്നത് കേൾക്കാണ്ട് പോകും. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് പലയിടത്തും ഞാൻ പോയിന്റുകൾ ഉന്നയിക്കാൻ എനിക്ക് സാധിച്ച സമയത്ത് പിന്നീട് അവർ മ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം പറഞ്ഞു ഞാൻ പറയുമ്പോഴത്തേക്കും ഓഡിയോൻ്റെ ഒരു ട്രബിൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ആ ലൈവ് സ്ട്രീം എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആദ്യത്തെ ഞാൻ സംസാരിച്ചു തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റിലും ഇതുപോലെ ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടില്ല. നേരത്തെ പിന്നീട് അങ്ങനെ സംസാരിച്ചു, അതുപോലെ തന്നെ ആദ്യം സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ആരിഫ് അവിടെ നിന്ന് പറയുന്നത് എൻ്റെ ഫോണിലെ ഡിവൈസിൽ പ്ലേ ആവുന്നത് പിന്നീട് അത് എക്കോ അടിക്കുന്നത് ആദ്യം വന്നില്ലായിരുന്നു, പിന്നീടാണ് വന്നു തുടങ്ങിയത്. അത് ഏത് സാഹചര്യത്തിലാണ്, അത് എൻ്റെ ഫോണിലുള്ള തകരാറ് കൊണ്ടാണ്
അവരുടെ ഫോണിലോ ആളുകളിലുള്ള തകരാറ് കൊണ്ടാണോ എന്ന് അറിയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ഹെഡ്സെറ്റ് കുത്തി കഴിഞ്ഞിട്ടും ഇവർ പലയിടത്തും എന്നെ മ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങളും പിന്നെ ഈ UA ടീമിനെതിരെ ആരോപിക്കുന്നതിലും തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടെ അതല്ലേ യഥാർത്ഥ ഹിപ്പോക്രസി. ഈ പറഞ്ഞ പോലെ അവരെ മ്യൂട്ട് ചെയ്ത് വെച്ച് സംസാരിക്കുന്നു, അതുകൊണ്ടാണ് അവരായിട്ട് ഓൺലൈൻ സംവാദത്തിന് സാധിക്കാത്തത് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങളുടെ കാര്യത്തിലും അത് ആപ്ലിക്കബിളായ കാര്യമല്ലേ? ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്കും അയാളെ പറ്റി കുറേ പ്രത്യേകിച്ച് കുറേ അബ്യൂസീവായുള്ള കാര്യങ്ങൾ പറയാം, എന്നിട്ട് അയാൾ തിരിച്ച് പറയാൻ നേരത്തെ മ്യൂട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ അത് നിങ്ങളുടെ സംസ്കാരം തന്നെയാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ ഉദാഹരണമായിട്ട് പലതും പറയണ്ടായിരുന്നു. ഇപ്പോൾ അവർ പറയണത് എന്ന് വെച്ചാൽ ഞാൻ അടിമത്തത്തിനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. അല്ല, അടിമത്തം തെറ്റ് തന്നെയാണ്, അത് ഞാൻ പറയുന്ന കാര്യമാണ്. അന്നത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥിതികൾ ഇന്ന് കൊണ്ടുവരണമെന്ന് പറയുന്നതും ആ പറയുന്നവരെ പിടിച്ച് അകത്തുകൊണ്ട് അവർ തീവ്രവാദികൾ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മറ്റാൾക്കാരെ ആയുധമെടുത്ത് തീവ്രവാദം ചെയ്യാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇന്നും അത് അപ്ലൈ ചെയ്യണമെന്ന് പ്രീച്ച് ചെയ്യുന്ന ഒരു പരിപാടി. ഇതെല്ലാം തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളും സത്യമാണ്. ഇപ്പോൾ ഇസ്ലാമിക് രാജ്യങ്ങളിൽ അടിമത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ അടിമത്തം അബോളിഷ് ചെയ്ത പോലെ തന്നെ ഇവിടെയും അടിമത്തം അബോളിഷ് ചെയ്ത് സാഹചര്യമുണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അത് സിറിയയിലും ഒക്കെ ചെയ്തവരെ പറ്റി പറയുന്നുണ്ട്. അവർ തീവ്രവാദി ഗ്രൂപ്പുകളായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ, താലിബാൻ, ഇപ്പോൾ ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി അതുപോലെയുള്ള കുറേ തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്. അവരും നാളെ ഇതുപോലെ ഒരു വെല്ലുവിളിയില്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള പ്രാക്ടീസസ് ചെയ്ത് വരാം. പക്ഷെ അത് അവർ എല്ലാവരും ഒരു കോമൺ മെൻ എമംഗ് മുസ്ലിംസ് അതിനായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. അവർക്ക് ഇതിൽ വിശ്വാസമില്ല. സാധാരണക്കാർക്ക് മുസ്ലിങ്ങൾ അവർ അടിമത്തത്തിനെ എതിർക്കുന്നു, അവർ മൗലികാവകാശങ്ങൾ വിശ്വസിക്കുന്നു, അവരവരുടെ പെൺമക്കളെ പഠിപ്പിക്കുന്നു, നല്ല നിലയിലെത്തിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് മെജോറിറ്റി ഉള്ളവർ മുസ്ലിങ്ങൾ. അവർ മറ്റേ തെറ്റായ പ്രാക്ടീസസിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അത് അത് അത്ര ശക്തി പ്രാപിച്ചില്ല എന്നുള്ളത് ഉള്ളൊരു സത്യം തന്നെയാണ്. അത് ശക്തി പ്രാപിച്ച് വരട്ടെ എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലതും സംസാരിക്കാൻ ഞാൻ നോക്കുന്ന സമയത്ത് ഇവര് എന്നെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ ഉപയോഗിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമുള്ള ഓഡിയോസ് പ്ലേ ചെയ്യുക, പിന്നെ ഓരോന്നും അവരുടെ സ്ക്രീനിൽ കാണിച്ചിട്ട് എന്നോട് അത് വായിക്കാൻ പറയാം. ഞാൻ അവരുടെ എന്താ പറയുക മോഡറേറ്ററായിട്ടോ അവർ തന്നെ ന്യൂസ് ആർട്ടിക്കിൾ വായിച്ച് നാട്ടുകാരെ കേൾപ്പിക്കാനുള്ള ഒരു സ്റ്റാഫായിട്ടല്ല അവിടെ വന്നത്. ഞാനവിടെ എൻ്റെ ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു പ്ലാറ്റ്ഫോം അവർ അഷോർ പൊതുവെ ചെയ്തിട്ട് അതിൻ്റെ പരിമിത ഫലമായിട്ടാണ് ഞാനവിടെ സംസാരിക്കാൻ വന്നത്. അല്ലാണ്ട് അവർ മുമ്പിൽ വെച്ച് തന്നത് വായിക്കാനുള്ളതല്ല. എനിവേ എന്തായാലും അവരുടെ പ്ലാറ്റ്ഫോം അല്ലേ, അവരത് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഞാനത് ചെയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം മുട്ടിയതുകൊണ്ടാണെന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും അവർ പറയുന്നതൊക്കെ വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും പറയുകയൊക്കെ ചെയ്തു. പലതിലും തെറ്റായ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രീച്ചർ അയാൾ വളരെ മോശമായ കാര്യങ്ങൾ, ഇല്ലീഗലായിട്ടുള്ള വളരെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഒരു വേദിയിൽ സംസാരിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബാസിൽ പോലെയുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ബാസിൽ UA ടീം അവർ എന്ന് വെച്ചാൽ അവരെ പറ്റി എനിക്ക് തീരെ ക്ലാരിറ്റി ഇല്ല. അവർ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണെങ്കിൽ തെറ്റായിട്ടും അവരെയും അകത്താക്കേണ്ടതാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്ക് അവരുടെ എല്ലാ നല്ല കാര്യങ്ങളും അറിയില്ല, അവരുടെ എല്ലാ തെറ്റായ കാര്യങ്ങളും അറിയില്ല. ഇപ്പോൾ UA ടീം ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് ഇതുപോലെ വായിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വായിച്ച കാര്യത്തിൽ പലയിടത്തും ഇങ്ങനെ ഡയറക്റ്റായിട്ട് തെറ്റുകളിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളല്ലായിരുന്നു. ഇപ്പോൾ അവരുടെ മാത്രമല്ല അവരുടെ പറഞ്ഞ സെൻറ്റൻസസ് ഈ ആരിഫിൻ്റെ പോസ്റ്ററിൽ അത് കോട്ട് ചെയ്ത് കട്ട് പേസ്റ്റ് ചെയ്യുകയും പിന്നെ അത് എന്നെ കൊണ്ട് വായിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് വായിച്ച സമയത്ത് അതിനകത്ത്
ഉള്ള അർത്ഥം എനിക്ക് മനസ്സിലായ അർത്ഥത്തിനകത്ത് ഡയറക്റ്റായിട്ട് അത് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരു അർത്ഥത്തിൽ ഉദ്ദേശവും അവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് വരുന്നില്ലായിരുന്നു. ആകെ ഉള്ള ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഈ വാർ പ്രിസണേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്, അത് എന്താ പറയുക, അത് ആ രീതിയിലുള്ള അടിമത്തം ഹലാലാണ് എന്നുള്ളൊരു ഇൻഡയറക്റ്റ്ലി അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു തെറ്റായിട്ടുള്ള കാര്യം. അത് ജനീവ കൺവെൻഷനിലും മറ്റും അത് അലോ ചെയ്യുന്ന കാര്യമാണ് എന്നാണ് രീതിയിൽ ബാസിൽ പറഞ്ഞു എന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ജനീവ കൺവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് കൺവെൻഷൻസ് ആയിരുന്നു. അത് എൻ്റെ അറിവിൽ 3 സെപ്പറേറ്റ് കൺവെൻഷൻസ് പല ടൈം പീരീഡിലായിട്ട് നടന്നിട്ടുണ്ട്. അതിനകത്ത് ഇത് ഓൾ ടുഗദർ വായിച്ച് നോക്കുമ്പോഴായാലും അതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൊണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അവരെ ഈ എന്താ പറയുക, ഈ എന്തായിരുന്നു ഗിനി പിക്സ് ആയിട്ട് യൂസ് ചെയ്ത് അവരുടെ മേത്ത് മെഡിക്കൽ സയൻറ്റിഫിക് എക്സ്പെരിമെൻസ് നടത്താൻ പാടില്ല. അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ജനീവ കൺവെൻഷനിൽ തന്നെ ഇങ്ങനെ പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു സാധ്യത അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മുകളിലും കുറേ നിയമങ്ങളുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇതിലൊക്കെ എന്തായാലും ഈ സ്ലേവറിയും അതുപോലെ തന്നെ പ്രിസണേഴ്സ് ഓഫ് വാർ കൊണ്ട് അവരെ കൊണ്ട് ഫോഴ്സായിട്ട് പണിയെടുപ്പിക്കുക, അതിന് അവർക്ക് കൺസിഡറേഷൻ, അവരുടെ കൺസെൻറ്റ് അവിടെ നോക്കാതിരിക്കുക, കൺസെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് വേജസ് കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊന്നും ഒക്കെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് പണ്ട് കാലത്ത് നടന്നിട്ട് സ്ലേവറി പോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെ എല്ലാ കമ്മ്യൂണിറ്റീസിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഗവൺമെൻറ്റ്സിലും നടന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. പക്ഷെ അത് ഇപ്പോഴും അത് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നതാണ് അവിടെ തെറ്റ്. അന്ന് നടന്ന അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അത് എല്ലാത്തിൻ്റെ ഫോൾട്സും അതിനകത്തുള്ള ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യം, ക്രൂവൽറ്റീസും അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് എത്രത്തോളം മനുഷ്യത്വത്തിന് വിരുദ്ധമാണെന്നാണ് സംസാരിച്ച് അത് നമ്മൾ ഇന്നത്തെ കാലത്ത് അപ്ലൈ ചെയ്ത് അത് ആ മിസ്റ്റേക്സ് പിന്നീട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഇന്നത്തെ വ്യവസ്ഥിതി, ഇന്നത്തെ നമ്മുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പണ്ട് ജീവിച്ചവരെ അളക്കുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിന്നെ മെയിനായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞ പോലെ ഇവർ സംസാരം തീർന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ എന്താ പറയുക സ്ട്രീം യാർഡിൽ നിന്ന് എൻ്റെ എക്സിറ്റ് അടുപ്പിച്ചു. ആദ്യം എന്നെ മ്യൂട്ടാക്കി, എൻ്റെ വീഡിയോയും ഡിസേബിൾ ചെയ്തു. എന്നിട്ട് പിന്നെ അവർ കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു റൈറ്റിംഗ് ഇങ്ങനെ എടുത്ത് കാണിച്ചു. അതിപ്പോൾ അവർ പറയേണ്ടതെന്ന് ഞാൻ എന്നെ മ്യൂട്ട് ചെയ്തു, അന്ന് ഞാൻ എഴുതി കാണിക്കുകയാണ് ചെയ്തതെന്നൊക്കെ. പക്ഷേ ഞാൻ മ്യൂട്ട് ചെയ്തത് എഴുതി കാണിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം വരുന്നതിന് മുമ്പ് വേറെ ആൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള പോയിന്റ്സ് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ കിട്ടിയ ശരി, ഇൻഫാക്റ്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടിയ ഒരു ബില്ലായിരുന്നു. ബില്ലിൻ്റെ ബാക്കിൽ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള പോയിന്റ്സ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഫാക്റ്റ് ഞാൻ എഴുതി വെക്കുന്ന കൂട്ടത്തിലും ഒരു പോയിന്റ് മറന്നുപോയി. അത് വായിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പോയിന്റ് വിട്ടുപോവുകയും ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് പോലും നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ വിട്ടുപോയതിനും പ്രസക്തിയില്ല. പക്ഷെ എന്തായാലും ഞാൻ എന്നെ മ്യൂട്ട് ചെയ്തു എഴുതി വെച്ചു അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വേറെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, വേറൊരാൾ വേറൊരു വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്യണമെന്നൊക്കെ ആലോചിക്കണത് അത് മണ്ടത്തരമാണ്. എനിക്ക് പറയാനുള്ള പോയിന്റ്സ് എഴുതി വെച്ചിരുന്നു. ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞില്ല എന്ന് അവസാനം എനിക്കത് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കാണിക്കാൻ നോക്കിയതാണ്. ഇത് പക്ഷേ പേന കൊണ്ട് സാധാരണ പോലെ പേപ്പറിൽ എഴുതിയതായതുകൊണ്ട് ഈ ക്യാമറയിൽ അത് ക്ലിയർ ആയില്ല. പിന്നെ അവർ പലതും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഹിന്ദുവായിട്ട് പോലും ഇസ്ലാമിലുള്ള സ്ലേവറിയെ പ്രൊമോട്ട് ചെയ്തു. ഇല്ല, സ്ലേവറി ഇസ്ലാമിലുള്ളതിന് തെറ്റായിട്ടാണ് പറയണത്. അത് മറ്റ് വ്യവസ്ഥകളിൽ എങ്ങനെ എത്രത്തോളം നിലനിന്നുണ്ടോ അതിന് ഈ സ്ലേവറി പോലെയുള്ള ഹീനമായിട്ടുള്ള പ്രാക്ടീസസ്, റേപ്പ് പോലെയുള്ള പ്രാക്ടീസസ്, ഇപ്പോൾ യുദ്ധത്തിൻ്റെ പരിമിത ഫലമായിട്ട്
തോക്കുന്നവരെ അല്ലെങ്കിൽ തോക്കുന്നവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഇങ്ങനെ സെക്ഷലി അറ്റാക്ക് ചെയ്യുക, അവിടെ ആൾക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യുക, ആ ഒരു വംശത്തിനെ തന്നെ ഹത്യ ചെയ്ത് മസാക്കർ ചെയ്ത് ഇല്ലാണ്ടാക്കുക. അങ്ങനെയുള്ള പ്രാക്ടീസസിനെയൊക്കെ വളരെ തെറ്റ് തന്നെയാണ്. അത് തർക്കത്തിൻ്റെ ആവശ്യം പോലും ഇല്ലാത്ത കാര്യമാണ്. അത് അത് പ്രൊമോട്ട് ചെയ്യല്ല ചെയ്തിരുന്നത്. പക്ഷേ മുഹമ്മദിൻ്റെ ജീവിച്ചിരുന്ന വ്യവസ്ഥിതിയിൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ അളവ് പോലും ഉണ്ട്. അന്ന് ജീവിച്ചിരുന്നവരുടെ പ്രാക്ടീസസിനെ അളക്കാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ അതിനെയാണ് ഞാൻ തെറ്റെന്ന് പറഞ്ഞത്. അത് അവർ ഇന്ന് ജീവിക്കുന്നവരെ പറ്റി ഒരു മോശമായ ഒരു ചിന്താഗതി, തെറ്റായ ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ഇവരെ കുറേ ഉദാഹരണങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലുള്ള ആണ് ഇപ്പോൾ ഇതുപോലെയുള്ള ടെററിസ്റ്റുകൾ കയറി വന്നിട്ട് എൻ്റെ വീട്ടിലുള്ളവരാണ് ഇതുപോലെ അബ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ആദ്യം ഈ പോക്കരി എന്ന് പറഞ്ഞ പുള്ളി ഇത് പറയണ്ടായിരുന്നു. അത് പറയുമ്പോൾ അവിടെ തന്നെ എനിക്ക് ഒരു സംതിങ് ഫിഷി മണക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എന്നും കൂടി ചോദിച്ചപ്പോഴത്തേക്കും അയാളത് ട്രിഗർ ആവണ്ട, ഒരു പോയിന്റ് ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആരിഫ് ഹുസൈനോട് നേരത്തെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഇതേ കാര്യം ഈ പോക്രി എടുത്തിട്ട പോയിന്റ് തന്നെ അയാൾ പറഞ്ഞത് വളരെ അബ്യൂസീവായ രീതിയിലാണ്. അയാൾ കൃത്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ എന്നെ വിളിക്കുകയാണ് ബ്ലഡി കാഫിർ. കാഫിർ എന്ന വാക്ക് ഇസ്ലാമിൽ ഇത് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ കാഫിർ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് സത്യം അറിഞ്ഞിട്ടും അത് വിശ്വസിക്കാത്തവർ, അതാണ് കാഫിർ എന്നാണ്. അതായത് ഇപ്പോൾ അന്ന് കാലത്ത് ഇപ്പോൾ നോൺ മുസ്ലിം കമ്മ്യൂണിറ്റി മുഹമ്മദ് ഇസ്ലാം എന്ന മതം അത് പ്രചാരത്തിൽ കൊണ്ടുവന്ന് അത് ഏകോപിച്ച് കൊണ്ടുവന്നിട്ട് ശേഷവും മറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ പലരും അത് മുഹമ്മദായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പുള്ളിയുടെ പല മാജിക്കലായിട്ടുള്ള പുള്ളിയുടെ അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ കണ്ടിട്ടും അത് മുമ്പിൽ അത് കണ്ടിട്ടും എന്നിട്ടും മുഹമ്മദിനെ പ്രവാചകൻ ആയിട്ട് അംഗീകരിക്കാതിരിക്കുക, അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാതിരിക്കുക, അങ്ങനെ ചെയ്തു. അതും ആ ഒരു സാഹചര്യത്തിലാണ് അവർ കാഫിർ എന്ന് വിളിച്ചേക്കുന്നത്. ഇപ്പം എന്നെ ബ്ലഡി കാഫിർ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്നേ വരെ മുഹമ്മദിനെ പോലെ ഒരു യുഗപുരുഷനെ, ഒരു ദൈവത്തിൻ്റെ പ്രവാചകനെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഹമ്മദിൻ്റെ ഒരു മാജിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യം മുസ്ലിങ്ങൾ സത്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടറിഞ്ഞിട്ട് നിഷേധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ആരിഫൊക്കെ ചെയ്യുന്ന പോലെ ഇത് ഏറ്റവും മോശമായ കാര്യങ്ങളാണ്, ഇന്നത്തെ മുസ്ലിങ്ങൾ എല്ലാവരും മണ്ടന്മാരാണ്, ആ രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. അവരവരുടെ വിശ്വാസം പുലർത്തി പോകണു, ഞാൻ എൻ്റെ വിശ്വാസം പുലർത്തി പോകണു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഹിന്ദുവാണ്. ഭഗവത്ഗീതയിൽ ഒരു വേഴ്സ് ഇതുപോലെ എനിക്കിപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ ചാപ്റ്റർ വേഴ്സ് പേജ് നമ്പർ ഒന്നും എടുത്ത് പറയാൻ എനിക്കറിയില്ല. ഒരു പ്രിൻസിപ്പിൾ അതിനകത്ത് ഉന്നയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വിശ്വാസത്തിൽപ്പെട്ടവർ അവരുടെ വിശ്വാസം അശാസ്ത്രീയമാണെങ്കിൽ പോലും അതും നമ്മൾ ഇൻസൾട്ട് ചെയ്ത് അത് നോ പറഞ്ഞ് വിടല്ല ചെയ്യേണ്ടത്. അതും അവർക്കും ഒരു സ്പേസ് കൊടുത്ത് അവരെ ഒന്ന് അംഗീകരിക്കണം എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഞാൻ കേട്ടിട്ടുള്ള പല മിത്തോളജീസിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴയുടെ കരയിൽ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബ്രാഹ്മണൻ സ്ഥിരമായിട്ട് വന്ന് പൂജിക്കുകയായിരുന്നു. ഒരു സമയത്ത് ആ വഴിയെ ഒരു കാട്ടാളൻ പോയി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ശിവലിംഗം കണ്ടപ്പോഴത്തേക്കും അവിടെ പ്രാർത്ഥിക്കാൻ നോക്കി. പുള്ളി കൈക്കുമ്പിളിൽ പുഴയിൽ നിന്ന് വെള്ളം എടുത്തോട്ട് വന്നിട്ട് അവിടെ ശിവലിംഗത്തിന് മുകളിൽ ചൊരിയാൻ നോക്കിയപ്പോഴത്തേക്കും അയാൾക്ക് കാട്ടാളനായതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ അറിയില്ലായിരുന്നു. അയാൾ ശിവലിംഗത്തിന് അടുത്തെത്തിയപ്പോഴത്തേക്കും വെള്ളം മൊത്തം തുളുമ്പിപ്പോകുന്ന സാഹചര്യം വന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് വായിലേക്ക് വെള്ളം എടുത്തിട്ട് ശിവലിംഗത്തിന് വന്ന് അതിൻ്റെ മേളിലേക്ക് തുപ്പി എന്നാണ് പറഞ്ഞത്. ഇത് കണ്ടുകൊണ്ട് വന്ന ബ്രാഹ്മണൻ ഇയാളെ ചീത്ത വിളിച്ച് ഓടിച്ചു. അപ്പോൾ ശിവൻ പിന്നീട് ഈ ബ്രാഹ്മണന് മുമ്പിൽ ബ്രാഹ്മണൻ കൊടുക്കുന്ന ഓഫറിങ്സ് ഒന്നും ചെയ്യുന്ന റിച്വൽസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാണ്ട് വന്നു. പിന്നീട് ബ്രാഹ്മണനോട് പറഞ്ഞു എന്നാണ് അയാൾ ചെയ്തത്. അയാൾക്ക് ഒരു കാട്ടാളനായതുകൊണ്ടാണ് അങ്ങനെ വായിൽ കൊണ്ടുവന്ന് ഒഴിക്കാൻ പാടില്ല എന്ന് അറിയാണ്ട് അങ്ങനെ ഒഴിക്കുന്നത് തെറ്റാന്ന് അറിയാണ്ട് വന്നത്. പക്ഷെ അയാൾ ചെയ്തത് ആത്മാർത്ഥമായിട്ടാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിച്വൽസും ഇതൊക്കെ കാര്യങ്ങൾ അറിയാം.
നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെക്കാളും കൂടുതൽ ആത്മാർത്ഥത അയാൾ ചെയ്തതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ പ്രാർത്ഥനയാണ് കൂടുതൽ അംഗീകരിക്കുക എന്നാണ് അവിടെ പറഞ്ഞ ആ കഥയിൽ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ ഭഗവത്ഗീത ഞാൻ പറഞ്ഞ പ്രിൻസിപ്പിളിന്റെ അത് ലളിതമായ രീതിയിൽ ഒരു സ്റ്റോറിയുടെ രൂപത്തിൽ അത് അവതരിപ്പിച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ വിശ്വാസവും. മറ്റുപെട്ടവരെ പറ്റി എനിക്ക് വിശ്വാസമുള്ളത് അത് തന്നെ. ഞാനിപ്പോൾ അവരോട് ലൈവ് സ്ട്രീമിൽ സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഞാനൊരു ഹിന്ദു മത വിശ്വാസിയാണ്. മറ്റ് ഇപ്പോൾ എനിക്കും എൻ്റെ മതം, എനിക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള അവകാശം, മൗലിക അവകാശം ഭരണഘടനയിൽ തന്നിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ഓൺ ഹെൽത്തി ടേംസ്. അല്ലാണ്ട് ഇവർ ചെയ്യുന്ന പോലെ എൻ്റെ കൂട്ടത്തിൽ പെടാത്തവരെല്ലാവരും മോശക്കാരാണ്, അവരെ എന്തുവേണേൽ ഇൻസൾട്ട് ചെയ്യാം, എന്തുവേണേൽ അബ്യൂസ് ചെയ്യാം എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. ആരിഫ് ഇവിടെ കൊണ്ടുവന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കുറേ മുസ്ലിം തീവ്രവാദികൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഞാൻ പഞ്ഞിക്കെട്ടായതുകൊണ്ട് എന്നെ എവിടെയെങ്കിലും കെട്ടിയിടാം, എന്നിട്ട് പിന്നെ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യ പെൺമക്കളെയൊക്കെ ഇവർ ഭോഗിക്കുക, അങ്ങനെ ചെയ്യും. അപ്പോൾ അത് ശരിയായിട്ട് ഇസ്ലാമികമായിട്ട് അംഗീകരിക്കുമോ എന്നാണ് എന്നോട് അയാൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തന്നെ അയാളോട് ഒരു വിശ്വാസം എനിക്ക് വന്നു പോയതുകൊണ്ട് എനിക്ക് അതിലകത്ത് കൂടി ഒളിച്ചു നടത്തിയ കുറേ തെറി എനിക്ക് മനസ്സിലായതായിരുന്നു. പിന്നീട് ആ ലൈവ് സ്ട്രീം രണ്ടാമത് കണ്ടു നോക്കിയപ്പോഴാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത്. ഞാൻ പിന്നെ അത് പറയാൻ നേരത്തും എനിക്ക് എൻ്റെ മറുപടി അവിടെ അയാൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂട്ട് ചെയ്ത് എന്തായാലും നന്നായി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരിഫ് ചെയ്യുന്ന കുറ്റത്തിന് അയാളുടെ വീട്ടുകാരെ ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. സുഹൃത്തെ, നിങ്ങളുടെ വീട്ടിൽ കുറേ കൊള്ളക്കാർ കയറി വന്നിട്ട് വീട്ടിലുള്ളവരെ അബ്യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കേട്ടിട്ട് ആരിഫിന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് തോന്നണം ഇതുപോലെ നോൺ എത്തിയിസ്റ്റ് ഗ്രൂപ്പ്സിൽ പെട്ട, അത് മുസ്ലിംസും ഹിന്ദുസും മറ്റുള്ളവരടക്കം ഇതുപോലെ വീടുകളിൽ കയറി കൊള്ളയടിച്ച് അവിടുത്തെ സ്ത്രീകളൊക്കെ ഉപയോഗിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള പോലെ തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ലൈംഗിക ദാരിദ്ര്യവും പല പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടാവും. അത് കാലാകാലങ്ങളിൽ പലരും പല ഇതുപോലെ ടെററിസ്റ്റുകൾ പുലർത്തി പോകുന്ന ആഗ്രഹങ്ങളാണ്. സിവിലൈസ്ഡായിട്ട് ജീവിക്കുന്ന നല്ല വീടുകളിലെ സ്ത്രീകളെ കയറി ഭോഗിക്കുക, അതൊക്കെ അവരുടെ മോഹമായിട്ട് തന്നെ നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ കൈക്ക് പഞ്ഞിക്കെട്ടാണോ അതോ തണ്ടലിൻ്റെ ബലമാണോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ അനുഭവത്തിൽ തന്നെ അറിയാൻ പറ്റും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനും കോടതിക്കും പിന്നീട് ജയിലിലേക്കും പോയിക്കോളും. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ എൻ്റെ നാക്കിൽ തന്നെ അത് പറയുന്നില്ല, കാര്യം എൻ്റെ സംസ്കാരം അത് അനുവദിക്കുന്നില്ല. ബേസിക്കലി ഇപ്പോൾ ഞാൻ എൻ്റെ പേരും എൻ്റെ മുഖം തന്നെ ഇവിടെ എടുത്തു വെച്ച് പറയുമ്പോഴത്തേക്ക് എൻ്റെ റെപ്യൂട്ടേഷൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് റെപ്യൂട്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ എനിക്കതുപോലെയല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെ പറ്റി ഈ രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അവിടെ നിന്ന് കൈയടിക്കുകയും ആർത്തു വിളിക്കുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ട് നാളെ എൻ്റെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ പറ്റി പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അത് എൻ്റെ വീട്ടിലുള്ള സംസ്കാരം അതാണ്. നിങ്ങൾ കാണിച്ചത് നിങ്ങളുടെ വീട്ടിലുള്ള സംസ്കാരമാണ്. ഇപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ആദ്യം ഉന്നയിച്ചൊരു ചോദ്യം. ഇപ്പോൾ ഇന്ന് വാക്കാലെ ഇത് പറയുന്ന ആൾ നാളെ അവസരം കിട്ടിയാൽ അതിനുള്ള എന്താ പറയുക സായുധമായിട്ടുള്ള ഫെസിലിറ്റീസ്, അതിനുള്ള മസിൽ പവർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നാളെ ചെയ്യില്ല എന്ന് ഇങ്ങനെ പറയാൻ പറ്റും. ആരിഫ് അങ്ങനെ നാളെ ചെയ്യില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെല്ലാവരും ഇതുപോലെയുള്ള നികൃഷ്ടമായ പ്രാക്ടീസസ് ഇന്നും പുലർത്തി പോകുന്നവരാണ്. ഇന്ന് അവസരം കിട്ടിയ അവരതും ചെയ്യും. ഇന്നും മറ്റ് കമ്മ്യൂണിറ്റീസിൽപ്പെട്ടവരെ വേണമെങ്കിൽ ആക്രമിച്ച് ഉന്മൂലനം ചെയ്യുക, അവരെ അടിമകളാക്കി വയ്ക്കുക, അവരുടെ സ്ത്രീകളെ അടിമകളാക്കി വെച്ച് ഭോഗിക്കുന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു കമ്മ്യൂണിറ്റിയെ മറ്റുള്ളവർക്ക് മുമ്പിൽ വളരെ മോശമായിട്ടാണ് താഴ്ത്തി കെട്ടുന്നത്. അവരോട് ഹേറ്റഡ് വരാണ്, അവരോട് വല്ലാത്ത ഭയവും വിദ്വേഷവും ജനിപ്പിക്കുകയാണ് സാധാരണക്കാരുടെ ഇടയിൽ. അപ്പോൾ അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അപ്പോൾ ആ കമ്മ്യൂണിറ്റി പെടുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതം എങ്ങനെ ഇരിക്കും എന്നാലോചിക്കണം. മാത്രമല്ല ഇവർ പലയിടത്തും ഈ സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ
ഈ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ പരസ്പരം തമ്മിലടുപ്പിച്ചിട്ട് ഈ തമ്മിലടുപ്പിച്ച് കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെയധികം പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് തകരും, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തകരും, നമ്മുടെ ആർമിയുടെ സ്ട്രെങ്ത്തും പോലീസിൻ്റെ സ്ട്രെങ്ത്തും എല്ലാം അവതാളത്തിലാവും. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചോട്ടെ, പക്ഷേ ഇവരൊക്കെ അടിച്ച് ചാവട്ടെ, അതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ പെറുക്കി നമുക്ക് കഴുകനെ തിന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കാം. ആ ഒരു മൈൻഡ് സെറ്റ് ഇവർ വെച്ച് പുലർത്തുന്നതായിട്ടാണ് ഇവരുടെ പല സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അവിടെ വന്നത്. ആ കാര്യങ്ങൾ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ടും ഉന്നയിച്ച ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിങ്ങളെ പറ്റി ഇവർ മോശമായിട്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഹിന്ദു നിലയിൽ വീട്ടിൽ നിന്ന് ആളാധിക്കുകയൊന്നുമല്ല. അങ്ങനെ ആരെപ്പറ്റി അങ്ങനെ മോശമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള മറ്റ് മനുഷ്യർ, അവരേത് മതത്തിൽപ്പെട്ടവരാവട്ടെ, അവരെന്നെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ്. ആരെയും അബ്യൂസ് ചെയ്യാൻ ആർക്കും അധികാരമില്ല. അത് പ്രോത്സാഹിപ്പിക്കേണ്ട സാഹചര്യമില്ല. ഇല്ലീഗലായിട്ട് ചെയ്യുന്നവരൊക്കെ പിടിച്ച് അകത്തിടുക തന്നെ ചെയ്യണം. പിന്നെ ആരിഫും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും വേറെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞു, ഞാൻ മറ്റ് ഹിന്ദുക്കൾക്ക് അപമാനമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹിന്ദുയിസം എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഭഗവത്ഗീതയിൽ പറഞ്ഞ പ്രിൻസിപ്പിളും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ബേസിക്കായിട്ടും ഹിന്ദുയിസത്തിലുള്ള വിശ്വാസം. അതാണ് ഞങ്ങളുടെ സംസ്കാരവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഞങ്ങളല്ലാത്ത വേറൊരാളെ പറ്റി മോശം പറയുമ്പോഴത്തേക്കും അതിൽ ആഹ്ലാദിക്കുന്ന സംസ്കാരമല്ല ഞങ്ങളുടേത്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ഹിന്ദുക്കൾക്ക് അപമാനമാണെന്ന് നിങ്ങൾ പറഞ്ഞത്. പിന്നെ ഒരു വേർഡ് യൂസ് ചെയ്തത് അൾട്രാ വോക്ക് എന്നാണ്. ഈ വോക്ക്, അൾട്രാ വോക്ക്, സ്നോഫ്ലേക്ക് അങ്ങനത്തെ വാക്കുകൾ ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളത് ഈ വെസ്റ്റേൺ കൺട്രീസിൽ ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആ ഒരു ക്രൈറ്റീരിയ പെടുന്ന ആൾക്കാരാണ്. അവർ പല ആൾക്കാരെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ LGBTQ കമ്മ്യൂണിറ്റിയിൽ പെട്ടെന്ന് ചിലരെ പറ്റി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഈ ആർക്കും ഈ ക്യൂർസ്, ഇപ്പോൾ ഈ ഇസ്രായേൽ ഗാസ യുദ്ധം നടന്നപ്പോഴത്തേക്ക് ക്യൂർസ് ഫോർ പാലസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ഉണ്ടായി വന്നിരുന്നു. അതൊക്കെ വളരെ എന്താ പറയുക, പരസ്പര വിരുദ്ധം, സെൽഫ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ആശയങ്ങൾ പുലർത്തുന്ന ഗ്രൂപ്പുകൾ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ പറ്റിയാണ് ഈ വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വോക്ക് എന്ന് പറഞ്ഞ് ഞാൻ വേറെ ആളെ വിളിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരായി പോകും. ഞാൻ അങ്ങനെയുള്ളവരെ സ്യൂഡോ ലിബറൽസ് അങ്ങനെയുള്ള വാക്കുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ സ്യൂഡോ ലിബറലായിട്ട് കാണാറുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ സുനിത ദേവദാസ്, അവരും ഇത് പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരു സ്യൂഡോ ലിബറൽ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സുനിത ദേവദാസിൻ്റെ കാര്യമാണ് ഇപ്പോൾ ബാലാക്കോട്ട് അറ്റാക്ക് നടന്ന സമയത്ത് അതിനകത്ത് ഇന്ത്യ പാകിസ്ഥാൻ്റെ ടെറിട്ടറീസ് കയറിയിട്ട് അവിടുത്തെ പല തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെ അറ്റാക്ക് നടത്തി. അപ്പോൾ അതിനൊന്നും വീഡിയോസ് പുറത്തു വിട്ടില്ല, അതിനൊന്നും തെളിവില്ല. അവിടുത്തെ കുറേ പൈൻ മരങ്ങളിൽ മാത്രം മിസൈൽ ഇട്ടിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് പോയി കളഞ്ഞത്. അങ്ങനെയൊക്കെ അത് പറയണ്ടായിരുന്നു. ഇത് മറ്റേ ഈ ഒരു ഫിസിക്കൽ കോൺഫ്രണ്ടേഷൻ, വെപ്പൺസ് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് ആ യുദ്ധഭൂമിയിൽ അറ്റാക്ക് നടക്കുന്നതിനിടയിൽ ഇവരെ സെൽഫി എടുത്ത് തെളിവ്, അങ്ങനത്തെ അതൊക്കെയാണ് എനിക്ക് സ്യൂഡോ ലിബറലായിട്ടുള്ള ആശയങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ ഇപ്പോൾ കൺസർവേറ്റീവ് വെസ്റ്റേണേഴ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഇപ്പോൾ പ്രൈവറ്റായിട്ട് ആൾക്കാർക്ക് ആംസ് കീപ്പ് ചെയ്യാനുള്ള അവകാശം. അതൊക്കെ എനിക്ക് സ്യൂഡോ ലിബറൽ ആശയമായിട്ട് തന്നെ തോന്നുന്നത്. ഇങ്ങനെ വെപ്പൺസ് നമ്മൾ സാധാരണ കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന പോലെ ആർക്ക് വേണമെങ്കിലും ലൈസൻസോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനിലാണ് വാങ്ങാൻ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒബ്വിയസ്ലി വെപ്പൺസ് കയ്യിൽ കിട്ടും, അവർക്ക് സെൽഫ് ഡിഫെൻസ് അതിനോട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അതുപോലെ തന്നെ ക്രിമിനൽസിനും ഇത് കൂടുതൽ ആക്സസിബിൾ ആണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ മാരകമായ ആയുധങ്ങളും അതൊക്കെ. അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ തന്നെ എനിക്ക് സ്യൂഡോ ലിബറലായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെയുള്ള ആശയങ്ങളൊന്നും വെച്ച് പുലർത്തുന്ന ആളല്ല. ക്യൂർസ് ഫോർ പാലസ്റ്റീൻ, ഇപ്പോൾ അതായത് ഇപ്പോൾ പാലസ്റ്റീനെ ബേസ് ചെയ്ത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു വന്നിരുന്ന പല ഓർഗനൈസേഷൻസ്, ചിലത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ്. അവർ വെച്ച് പുലർത്തുന്നത് ഈ LGBT കമ്മ്യൂണിറ്റി പെട്ടവർക്ക് എതിരായിട്ടുള്ളത് മാത്രമല്ല, അവരെയൊക്കെ ഉന്മൂലനം ചെയ്ത് കളയണം, അവരെയൊക്കെ കൊന്നു കളയണം, വയലൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്.
അപ്പോൾ അതൊന്നും അഡ്രസ്സ് ചെയ്യാണ്ട് അവരാണ് വിക്ടിംസ് എന്നുള്ള രീതിയിൽ ഈ ക്യൂർ കമ്മ്യൂണിറ്റി പെട്ടവർ തന്നെ ഈ ക്യൂർസ് ഫോർ പാലസ്തീൻ എന്ന് പറഞ്ഞ മൂവ്മെന്റിൽ ഇസ്രായേൽ ഗാസ വാറിൽ മറ്റേ ഗാസയിലുള്ള ഹമാസിനെ പോലെയുള്ള ഗ്രൂപ്പുകൾ സപ്പോർട്ട് ചെയ്തു വരിക അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കും അതൊക്കെ തെറ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ വോക്ക് എന്ന് പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ ഉണർന്നു എന്നല്ല അർത്ഥം. അപ്പോൾ ആരിഫൊക്കെ ഉറങ്ങിക്കിടക്കുകയാണെന്നാണോ അവർ തന്നെ പറയുന്നത്? എനിവേ, ഞാനൊരു ലിബറലിസ്റ്റ് ആണ്. ഞാനൊരു എക്കണോമിക് ലിബർട്ടിയിലും വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, വേറെ എന്തോ കമ്മ്യൂണിസ്റ്റ് വേർഡുകളൊക്കെ എന്തൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് എവിടെയും അങ്ങനത്തെ ഒരു ആശയം അഡ്രസ്സ് ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന വാക്കുകൾ തന്നെ പരസ്പരം വിരുദ്ധമായിട്ട് പലയിടത്തും വരുന്നുണ്ട്. കാര്യം ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. അതൊക്കെ ഒരുമിച്ച് ഒരിക്കലും വരില്ല. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഐഡിയയിൽ ബേസിക്കായിട്ടും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നൊരു വിശ്വാസം വരുന്നുണ്ട്. എത്തീസം എൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ സിമിലാരിറ്റി തന്നെ നിങ്ങളുടെ ആശയങ്ങളായിട്ടാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. ഇപ്പോൾ അവർക്ക് ഇതുപോലെ മസിൽ പവറും അതുപോലെ വെപ്പൺസൊക്കെ കിട്ടുമ്പോഴത്തേക്കും പലപ്പോഴും ഈ എത്തീസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് പെട്ടുന്നവർ വളരെ അബ്യൂസീവായിട്ടുള്ള പല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ചൈനയിൽ ഉയ്ഗർ മുസ്ലിമുകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിൽ ചെയ്യുന്ന കാര്യം കേട്ടിട്ടുണ്ട്. ഇതിൽ പെടാത്ത ഈ ഒരു എന്താ പറയുക, എക്കണോമിക് ലിബർട്ടിയിൽ വിശ്വസിക്കുന്ന എത്തീസ്റ്റുകളായിട്ടുള്ളവർ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം വരാത്തത്. ഇപ്പം ഈ അടുത്ത് നമ്മുടെ എറണാകുളത്ത് കളമശ്ശേരി സ്ഫോടനം ഉണ്ടായി. ഈ ചെയ്ത ആള് ഒരു വീഡിയോ, ഈ സ്ഫോടനം നടത്തിയ ആള് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അയാളത്തെ ആൾ പറയുന്നത് അയാൾക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. ഇവര് ഈ അയാളെ അറ്റാക്ക് ചെയ്ത വിക്ടിംസ് അവര് യഹോവ സാക്ഷികൾ, അവരുടെ ദൈവവിശ്വാസം വളരെ ഇറാഷണലായിട്ടും ഇന്നത്തെ സമൂഹമായിട്ട് ഒത്തുപോകാത്തായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ആക്രമിച്ചതെന്നാണ് അയാൾ പറയേണ്ടത്. അപ്പോൾ ഇത് വളരെ ഈ രീതി പ്രോത്സാഹിപ്പിക്കപ്പെടുക, ഈ രീതിയിൽ ഇവർ കറക്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക, അത് ഇവരുടെ വയലൻ്റ് ആയിട്ടുള്ള ഇവരുടെ നേച്ചർ ഇങ്ങനെ വളർന്നു വരികയാണെങ്കിൽ ഇതൊക്കെ കൂടി വരുന്ന സാഹചര്യം തന്നെ വരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ എതിർത്ത് പറഞ്ഞത്.